ഹലോ, ഇന്ന് നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോവാണ്. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് പോംസ് ആയിരുന്നു. ഇനി നമ്മൾ പ്രോസിലേക്ക് പോവാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ഇത് ടാക്ടിക്കൽ ഡിസ്പോസിഷൻസ് എന്നുള്ളത് ദ ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൻ്റെ ഫോർത്ത് ചാപ്റ്ററാണ് ടാക്ടിക്കൽ ഡിസ്പോസിഷൻസ്. ടാക്ടിക്കൽ ഡിസ്പോസിഷൻസ് ബുക്ക് എഴുതിയിരിക്കുന്നത്, ആർട്ട് ഓഫ് വാർ എഴുതിയിരിക്കുന്നത് സുൻ സു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് മിലിറ്ററി ജനറലാണ്, ഹൂ യൂസ് ടു ലീവ് ഇൻ ദ ടൈം ഓഫ് കിങ് ഹോലു ഓഫ് വു. ചൈനീസ് ജനറലാണ്, സ്ട്രാറ്റജിസ്റ്റാണ്, ഫിലോസഫറാണ്. ഓൾമോസ്റ്റ് ഏറ്റവും പഴയ യുദ്ധതന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ട്രീറ്റീസായിട്ട് നമുക്ക് കണക്കാക്കാം. എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം 13 ചാപ്റ്ററുകളിലായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്കാണിത്. അതിൽ ഫോർത്ത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ടാക്ടിക്കൽ ഡിസ്പോസിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഒരു 20 പോയിൻറ്റ്സാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് നമുക്കൊരു യുദ്ധം ജയിക്കാൻ വേണ്ടതും അല്ലെങ്കിൽ ഒരു നല്ല യോദ്ധാവിന് വേണ്ടതുമായിട്ടുള്ള ഗുണങ്ങൾ, അതിൻ്റെ മാർഗങ്ങൾ, തന്ത്രങ്ങൾ എന്നുള്ളതൊക്കെ ഒരു 20 പോയിന്റിലായിട്ടാണ് സുൻസു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലാദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ മീനിങ് എന്താണെന്നുള്ളതൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നുണ്ട്. അതായത് നോർമലി ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒരു ഇതിൻ്റെ പ്രകൃതം, അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്പോസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുമ്പോൾ ഡിസ്പോസിഷൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വാറിനൊരു യുദ്ധത്തിന് മുന്നേയൊക്കെ സേനേനെ നമ്മൾ തയ്യാറാക്കി നിർത്തും. നമ്മളിപ്പം സിനിമകളിൽ അല്ലെങ്കിൽ എപ്പിക്സിൻ്റെ ഒക്കെ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ആ പട എങ്ങനെയാണ് സേന തയ്യാറായി നിൽക്കുന്നത് എന്നുള്ളത് കാണാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടു ആർമീസ്, രണ്ട് സൈഡിലും ഉള്ള സേനകൾ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം ഈ ഡിസ്പോസിഷൻസ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രകൃതി, നിങ്ങളുടെ സേനയുടെ എന്താ പറയുന്നത് രഹസ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ നിങ്ങൾ രഹസ്യമാക്കിയിട്ട് വെച്ചാൽ അത് നിങ്ങളുടെ ജയത്തിലേക്ക് എന്താ പറയുക നയിക്കും. അതല്ല, നിങ്ങളുടെ എല്ലാ സ്ട്രാറ്റജീസും, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ സേന എങ്ങനെയാണ്, എല്ലാം അതെല്ലാം ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ തോൽവിയിലേക്ക് നയിക്കുള്ളൂ. കാരണം നിങ്ങളുടെ എന്താ പറയുന്നത് സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളതൊക്കെ എതിരാളിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് ടാക്ടിക്കൽ ഡിസ്പോസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20 പോയിന്റുകൾ പറയുന്നതിൽ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല യോദ്ധാവ് അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ്, അവർ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതിരോധം ശക്തമാക്കിയിട്ട് വയ്ക്കും. ഓക്കെ, അതായത് സ്വയം ഡിഫെൻസ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത്, അവർക്ക് എതിരെയുള്ള എന്താ പറയുന്നത് ആക്രമണത്തിനെ നേരിടാനുള്ളത് ആദ്യം അവർ റെഡിയാക്കി വയ്ക്കും. പ്രതിരോധം അവർ ശക്തമാക്കി വയ്ക്കും. എന്നിട്ട് അവർ എതിരാളിയെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ തോൽപ്പിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ പറയുന്നത് എന്താ, അതായത് നമ്മൾക്ക് എന്താ പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത്, അതായത് ഈ ഒരു യുദ്ധത്തിൽ നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൺട്രോളുള്ള കാര്യം എന്ന് പറയുന്നത് തോൽവിക്കെതിരെ നമ്മളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് മാത്രമാണ്. അതായത് നമുക്ക് സ്വയം ഡിഫെൻസീവായി നമ്മുടെ എല്ലാ പ്രതിരോധം തീർത്ത് നമ്മളെ തോൽവിയിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എതിരാളിയെ തോൽപ്പിക്കുക എന്നുള്ളത് അതിനുള്ള ചാൻസ് എതിരാളി തരണം. അതായത് എതിരാളിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായാൽ അതിലൂടെ മാത്രമേ നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. സോ അത് അവരുടെ കയ്യിലായിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, നമുക്ക് നമ്മളെ തോൽവിയിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ അണ്ടർ കൺട്രോളുള്ള കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ല പോരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താണ്, തോൽവിയിൽ നിന്ന് സ്വയം എന്താ പറയുന്നത് സെക്യൂർ ചെയ്യുന്ന ആളാണ്. ബട്ട് എന്താ പറയുന്നത്, എതിരാളിയെ തോൽപ്പിക്കാമോ എന്നുള്ളത് കംപ്ലീറ്റ്ലി അവരുടെ കയ്യിൽ ആയിരിക്കില്ല. സ്വയം തോൽക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ കൺട്രോളിലുള്ള കാര്യം. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവൻ്റെ പടയുടെ, അവൻ്റെ സേനയുടെ എന്താ പറയുന്ന ഡിസ്പോസിഷൻ, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രകൃതങ്ങളൊന്നും ആരെയും അറിയാതെ അതൊക്കെ കംപ്ലീറ്റ്ലി സീക്രട്ട് ആക്കി വെച്ച് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവത്തോടെ ചെയ്ത് അതൊന്നും എതിരാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത്, സ്വയം തോൽവിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ പറയുന്നത് എന്താ, അതായത് എങ്ങനെ ജയിക്കണമെന്ന് അറിയുന്നതും അത് അച്ചീവ് ചെയ്യുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം എങ്ങനെ ജയിക്കണം എന്ന് അറിയുന്നവന് അത് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ, അതിൽ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് വരും. അതിനുള്ള എന്താ പറയുക നമ്മുടെ സർക്കംസ്റ്റാൻസസ് അതിനെ ചിലപ്പോൾ പ്രിവെൻറ്റ് ചെയ്തെന്ന് വരാം. സോ എങ്ങനെ ജയിക്കണം എന്ന് അറിയുന്നവനും
ചെയ്യുന്നവർക്കെല്ലാം അത് ചെയ്യാൻ പറ്റണം എന്നുള്ളത് നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽവിക്കെതിരെ തോൽവിക്കെതിരെ സ്വയം സേനയെ സംരക്ഷിച്ച് നിർത്തുന്നതെന്ന് പറയുന്നത് ഒരു പ്രതിരോധ തന്ത്രമാണ്. നേരെ മറിച്ച് തോൽപ്പിക്കുക, അതായത് എതിരാളിയെ തോൽപ്പിക്കുക എന്നുള്ളത് എന്താണ്? പ്രത്യാക്രമണമാണ്, ആക്രമിക്കാനുള്ള തന്ത്രമാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് സുനിജ് പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഇദ്ദേഹം ഇങ്ങനത്തെ ഈ ട്രീറ്റീസ് എല്ലാം എഴുതി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്ന സമയത്ത് ഇതിനൊരുപാട് കമൻറ്റേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അതായത് ഇത് രാജഭരണ കാലമാണ്, അപ്പോൾ പറയുന്ന കാര്യങ്ങളെ വിമർശിക്കുന്നവരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ അവർ ഇതിന് കമൻട്രി പോലെ പറഞ്ഞതിൽ വളരെ സുനിജ് നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രതിരോധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീഴടക്കാൻ സാധിക്കാത്തവർ മാത്രമാണ്, അല്ലെങ്കിൽ എതിരാളിയെ ആക്രമിച്ച് കീഴടക്കാൻ സാധിക്കാത്തവർ മാത്രമാണ് പ്രതിരോധത്തിൽ ഫോക്കസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞതെന്നാണ് സുനിച്ച് പറയുന്നത്. അപ്പോൾ ബേസിക്കലി പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ആളുകൾ, ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ആളുകൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസഫിഷ്യൻറ്റ് സ്ട്രെങ്ത്തിനെയാണ്. അതായത് വേണ്ടത്ര നമ്മളുടെ കയ്യിൽ ബലം ഇല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നേരെ മറിച്ച് ആക്രമിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു സൂപ്പർ അബണ്ടൻസ് ആണ് സ്ട്രെങ്ത്തിൻ്റെ എന്നുള്ളതാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രതിരോധം എപ്പോഴും വരുന്നത് നമുക്ക് വേണ്ടത്ര നമ്മുടെ കയ്യിൽ നമ്മുടെ ബലം അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് ഇല്ലാത്തപ്പോഴും, ആക്രമിക്കുക എപ്പോഴും നമ്മുടെ കയ്യിൽ ഒത്തിരി അധികം റിസോഴ്സസും സ്ട്രെങ്ത്തും കൂടി വരുമ്പോഴുമാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ജനറൽ, മിലിറ്ററി ജനറൽ, പൊസിഷൻ ജനറൽ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ജനറൽ എന്നുള്ളതൊരു ഹെഡ് ഓഫ് ദ ട്രൂപ്പ്, ദ വൺ ഹു ലീഡ്സ് എന്നുള്ളതാണ്, നയിക്കുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അതായത് പ്രതിരോധത്തിൽ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഏറ്റവും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും കഴിവുള്ള ആളുകളായിരിക്കും. അതായത് അതിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഹൈഡ്സ് അണ്ടർ ദ 9th എർത്ത് എന്നാണ്. ഹൈഡ്സ് അണ്ടർ ദ 9th എർത്ത് എന്നുള്ളതൊരു മെറ്റഫറാണ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീക്രസി, അതായത് 9th എർത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും അറിയാതെ കാര്യങ്ങൾ, ബാക്കി ആരും അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലാണ്. അപ്പം പ്രതിരോധ മാർഗ്ഗങ്ങൾ അത്രയും സ്കിൽഡായിട്ട് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അറ്റ്മോസ്റ്റ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. അപ്പം നമുക്ക് എനിമിക്ക്, അതായത് എതിരാളിക്ക് ഈ സേനയുടെ അല്ലെങ്കിൽ ഈ ട്രൂപ്പിൻ്റെ ഒന്നും യാതൊരു തരത്തിലുള്ള വെയർബോട്ട്സും അറിയാൻ സാധിക്കില്ല. കാരണം പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാരന്മാർ, സ്പൈസൊക്കെ ഒത്തിരി അധികം ഉണ്ടായിരുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ മാത്രമല്ല ഇന്നത്തെ പോലത്തെയുള്ള മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഈ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതേപോലെ തന്നെ അപ്പം പ്രതിരോധത്തിൽ ഏറ്റവും സ്കില്ലായിട്ടുള്ള ജനറൽസ് ഏറ്റവും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നവർ, അവരേറ്റവും ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നവരായിരിക്കും, ആരും ഒന്നും അറിയാതെ. നേരെ മറിച്ച് ആക്രമണത്തിൽ ഏറ്റവും സ്കിൽഡായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന വാക്ക് എന്ന് പറയുന്നത് ദേ ഫ്ലാഷസ് അറ്റാക്ക് ഫ്രം ദ ടോപ്പ് മോസ്റ്റ് ഹൈറ്റ്സ് ഓഫ് ഹെവൻ ആണ്. അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ പോലെ എല്ലാവരുടെയും ശ്രദ്ധയും എല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് വന്ന് എല്ലാ എതിരാളിയുടെ മുകളിൽ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. അതായത് അപ്പം എതിരാളിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല, അത്രയും പെട്ടെന്നായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഡിഫെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും, ഒഫെൻസീവ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ജയം ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സലൻസിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് കാര്യങ്ങളെ മുന്നേ കൂട്ടി കാണാനുള്ള ശേഷിയാണ് എന്നുള്ളതാണ്. അതായത് അതിനൊരു മെറ്റഫർ പോലെ പറയുന്നത്, ഒരു ചെടി വളരെ മുന്നേ, അതായത് അതിൻ്റെ മുള പൊട്ടി വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഗ്രോത്തും അതെങ്ങനെയായി വരുമെന്ന് മുന്നേ കൂട്ടി കാണാനുള്ള ശേഷി. അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും അതാണ് എക്സലൻസിൻ്റെ ഒരു സിമ്പൽ എന്നാണ് സുനിജ് പറയുന്നത്. അതിനെ അവരൊരു ചൈനീസ് സോൾജറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഹാൻഷിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾജർ ഒരു ജനറലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചാവ് എന്നുള്ള ചാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ്ങിൻ്റെ ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആർമി ആയിരുന്നു. അവർക്കെതിരെ പട നയിച്ച് പോകുമ്പോൾ ഈ കൂടെയുള്ള ആളുകളോട് പറഞ്ഞത്, നമ്മളിന്ന് എതിരാളിയെ കംപ്ലീറ്റ്ലി തകർക്കും, വേരോടെ പിഴുത് കളയും, എന്നിട്ട് നമുക്ക് രാത്രി ഭക്ഷണത്തിന് കാണാം എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പം പുള്ളിയുടെ ഓഫീസേഴ്സ് വിചാരിക്കും, ഒബ്വിയസ്ലി ഇത്രയും വലിയ ആർമീനെ ഇയാൾ എന്ത് ചെയ്യാൻ പോണേ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അത്രയും സീരിയസ് ആയിട്ട് അത് എടുത്തില്ല. പക്ഷേ ഹൻഷൻ ആക്ച്വലി അതൊരു ഫോർസിങ് പോലെ
കംപ്ലീറ്റ് സ്ട്രാറ്റജിയോട് കൂടി ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നടക്കും എന്ന് കംപ്ലീറ്റ്ലി മുന്നേ കൂട്ടി കണ്ടിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവർ ആ സിറ്റി പിടിച്ചടക്കി ആർമിയെ തോൽപ്പിച്ചു. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്ത് നടക്കും എന്നുള്ളത്. ഇങ്ങനെ അതായത് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മുന്നേ കൂട്ടി കാണാൻ സാധിക്കും എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. അത് ഈസ് എ സിമ്പിൾ ഓഫ് എക്സലൻസ് എന്നുള്ളതാണ് സ്റ്റുഡൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സാമ്രാജ്യം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ നിങ്ങളെ എന്താ പറയുന്നത്, നിങ്ങൾ ആക്രമിച്ച് കീഴടക്കി വരുമ്പോൾ നന്നായി, വെൽ ഡൺ എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു എക്സലൻറ്റ് എന്താ പറയുന്നത്, നിങ്ങൾ ഭയങ്കര എക്സലൻ്റ് ആണ് എന്ന് എന്താ പറയുന്നത് ആവണം എന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സീക്രട്ട്ലി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി എനിമിയുടെ എതിരാളിയുടെ ഇൻറ്റൻഷൻസിനെയും അവരുടെ പ്ലാനുകളെയും എല്ലാം തകർത്ത് ചിലപ്പോൾ ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ കംപ്ലീറ്റ്ലി ജയം സുനിശ്ചിതമാക്കുന്നതിനെ ആണ് ആക്ച്വലി എക്സലൻസ് എന്ന് ആക്ച്വലി പറയുന്നത്. അതല്ലാതെ എന്താ പറയുന്നത്, നിങ്ങൾ പോയി ഫൈറ്റ് ചെയ്തു, കീഴടക്കി ജയിച്ചു, അപ്പോൾ എല്ലാവരും നിങ്ങളെ അഭിനന്ദിച്ചു, അതുകൊണ്ട് മാത്രം നിങ്ങൾ ഭയങ്കര എക്സലൻ്റ് ആവണം എന്നില്ല എന്നാണ് പറയുന്നത്. അതായത് അതിനെ യൂസ് ചെയ്യിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്, ദ വേൾഡ് സ്കോർസ് തമ്പ് ആൻഡ് ഫിംഗർ ഫെയിൽ ടു പ്ലംപ് എന്ന്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പുറമേ കാണുന്നതാവില്ല, അല്ലാതെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവില്ല. സട്ടിലായിട്ടുള്ള കാര്യങ്ങൾക്കും, അതായത് വളരെ എന്താ പറയുന്നത് അധികം അറിയാതെ പോകുന്ന കാര്യങ്ങൾക്കും ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. 10ാമത്തെ പോയിൻറ്റിൻ്റെ ഇതെന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് ഒബ്വിയസ് ആയിട്ടുള്ള, അതായത് ഉറപ്പായിട്ടും ഓക്കെ ഇതിങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് നിങ്ങളുടെ കഴിവിൻ്റെ എന്താ പറയുന്നത് സൈനായിട്ടൊന്നും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന് പറയുന്നത് ടു ലിഫ്റ്റ് an autumn hair is no sign of great strength. To see sun and moon is no sign of sharp sight. To hear the noise of thunder is no sign of a quick ear. ഓട്ടം ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഹെയറിൻ്റെ, അതായത് ഒരു ടൈപ്പ് മുയലിൻ്റെ, ഒരു ടൈപ്പ് ഓഫ് റാബിറ്റിൻ്റെ ഫർ, അതായത് ഓട്ടത്തിൽ വരുന്ന ഫർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫർ ആയിരിക്കും. അത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് എന്താ പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എടുത്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബലം ഉണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂര്യനും ചന്ദ്രനെയും കാണാമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടെന്നോ, ഇടി ഉണ്ടെന്നുള്ളതുകൊണ്ട് ഇടി കേൾക്കാം, ഇടിമിന്നലിനെ കേൾക്കാം എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കേൾവി ശക്തി ഉണ്ടെന്നോ പറയാൻ കഴിയില്ല. കാരണം അതെല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് സുനിൽ തന്നെ പറയുന്ന എക്സാമ്പിൾസ് ഉണ്ട്. അതായത് വൂഹോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നു. 250 സ്റ്റോണിൻ്റെ വെയിറ്റുള്ള സാധനം എടുത്ത് പൊക്കാൻ കഴിയുന്ന ആളായിരുന്നു. ലീ ചോ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 100 അടി അപ്പുറത്ത് നിന്ന് ഒരു കടുകുമണിയുടെ വലിപ്പമുള്ള എന്താ പറയുന്നത് സാധനത്തെ പോലും കാണാൻ കഴിയുമായിരുന്നു. ഷീ ക്വാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണ് കാണാൻ സാധിക്കാത്ത ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊതുകിൻ്റെ ഫുഡ് സ്റ്റെപ്സ് പോലും കേൾക്കാൻ കഴിയുമായിരുന്നു. അതെന്ന് പറയുന്നത് കഴിവാണ്. ഈ പറഞ്ഞതെല്ലാമാണ് ആക്ച്വലി സ്കിൽ എന്ന് പറയുന്നത്. അല്ലാതെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സ്കിൽഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഒരു ബുദ്ധിമാനായ പടയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്ന ആൾ മാത്രമല്ല, നേരെ മറിച്ച് എളുപ്പത്തിൽ ജയിക്കുന്ന ആളും കൂടിയാണെന്നുള്ളതാണ്. അതായത് എന്താ പറയുന്നത്, ബുദ്ധിമുട്ടി കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്ത് വിജയിക്കുന്നവരെങ്ങനെയായിരിക്കും, അവരേറ്റവും ഒബ്വിയസ് ആയിട്ടുള്ള പുറമേ പ്രതലത്തിൽ മാത്രം കാണുന്ന കാര്യങ്ങളെ മാത്രം നോക്കി ചെയ്യുന്നവരായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ജയിക്കുക. നേരെ മറിച്ച് കാര്യങ്ങളെ അതിൻ്റെ ഔട്ടർ സർഫസിൽ മാത്രമല്ല, അതിൻ്റെ എന്താ പറയുന്നത് ഉള്ളിലേക്ക് നോക്കി കാണാൻ സാധിക്കുന്ന ആളുകൾ, അതായത് ബിയോണ്ട് ദ ലൈൻ, അതായത് ഏറ്റവും ഒബ്വിയസ് അല്ലാതെ എല്ലാത്തിനെയും ഒന്ന് നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയില്ലേ, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കാണാൻ സാധിക്കുന്നവരാണ് എളുപ്പത്തിൽ ജയിക്കുക എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞ് എന്താ പറയുന്നത് ഫൈറ്റ് ചെയ്ത് കീഴടക്കി ജയിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, ആളുകൾ ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത ആളുകളൊക്കെയാണ് കൂടുതലായിട്ടും എക്സലൻസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവരുടെയും മുന്നിലേക്ക് എന്താ പറയുന്നത് പുറത്ത് വരാത്ത രീതിയിലുള്ള വിക്ടറീസ് ഉണ്ടാവും. അതായത് വിക്ടറി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അത് എങ്ങനെ ചെയ്തു, എന്താ പറയുന്നത് എങ്ങനെയൊക്കെ ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് അത് ഉണ്ടായത് എന്നുള്ളതൊന്നും പുറം ലോകം അത്രയും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല, അവരുടെ വിശുദ്ധത്തിനൊന്നും ആരും വിലമതിക്കുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ അത്രയും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല അതിൽ അത്രയും അധികം ബ്ലഡ് ഷെഡോ, അതായത് ആളുകൾ അത്രയും ഘോരമായിട്ടുള്ള യുദ്ധവും ഒന്നും ഉണ്ടായിട്ടില്ലാവില്ല. കാരണം ബിക്കോസ് ഇവർ ഭയങ്കര വിസ്ഡമുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രാറ്റജീസ് അത്രയും ഷാർപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അറിയിച്ച് ചെയ്യുന്ന യുദ്ധങ്ങൾ പോലെ ആയിരിക്കില്ല ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്രയും പ്രശസ്തി കിട്ടണമെന്നില്ല. പക്ഷേ അത് എന്താ പറയുന്നത്, ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇവർ സ്കിൽഡ് അല്ല എന്നുള്ളത് അങ്ങനെ പറയുന്നില്ല. പിന്നെ ഒരു നല്ല തന്ത്രമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല യോദ്ധാവിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് എങ്ങനെയാണ്,
ദേ മേക്ക് നോ മിസ്റ്റേക്സ്. യുദ്ധം ജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകളൊന്നും അവർ വരുത്തില്ല എന്നുള്ളതാണ്. അതായത് ഭാവിയിലേക്ക് മുന്നേ കൂട്ടി നോക്കി കാര്യങ്ങൾ മുന്നേ കൂട്ടി കാണാൻ സാധിക്കുന്ന ആളുകൾ, അവർ എന്താ പറയുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അതായത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ, ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ എന്താ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും എന്ന് കാലിക്കൂട്ടി കാണുന്നവർ, അവരെന്ന് പറഞ്ഞാൽ ദേ വിൽ നെവർ മേക്ക് എ ബ്ലണ്ടർ. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ജയിക്കും, അവർക്ക് ജയം സുനിശ്ചിതമാണ്. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റുകളില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ തന്നെ എതിരാളി ഓൾമോസ്റ്റ് എന്താ പറയുക, അവരെ കീഴടങ്ങിയ പോലെയാണ്. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല നമ്മൾ ഉറപ്പിക്കുമ്പോൾ. പിന്നെ നമ്മൾ അവരെ തോൽപ്പിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ 14ാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൻസ് ദ സ്കിൽഫുൾ ഫൈറ്റർ പുട്ട്സ് ഹിംസെൽഫ് ഇൻ ടു എ പൊസിഷൻ വിച്ച് മേക്സ് ഡിഫീറ്റ് ഇമ്പോസിബിൾ ആൻഡ് ഡസ് നോട്ട് മിസ് ദ മൊമെൻറ്റ് ഫോർ ഡിഫീറ്റിംഗ് ദ എനിമി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു കഴിവുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്റർ തന്നെ എന്താ പറയുന്നത്, തോൽവി ഒരു തരത്തിലും തോൽക്കാൻ സാധിക്കാത്ത വണ്ണത്തിലുള്ള ഒരു പൊസിഷനിലേക്കാണ് സ്വയം കൊണ്ടുവരുന്നത്. ഈ പൊസിഷൻ എന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള പൊസിഷൻ തന്നെ അല്ല, അത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ അറേഞ്ച്മെൻറ്റ്സ്, പ്രിപ്പറേഷൻസ്, എന്താ പറയുന്നത്, ഫോർ ദ വാർ, ഓൾ ദ സ്ട്രാറ്റജീസ് യു മേക്ക്, ഓൾ ദ റിസോഴ്സസ് യു മേ യൂട്ടിലൈസ്. അടുത്തതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധമുഖത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്ലാനിങ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്ട്രാറ്റജീസും പ്ലാനിങ്ങും ആദ്യം ചെയ്യുക, വിച്ച് വിൽ എൻഷുർ യു വിക്ടറി. അതായത് നിങ്ങൾക്ക് ജയം ഉറപ്പാക്കാനുള്ള പ്ലാനിങ്ങും സ്ട്രാറ്റജീസും നിങ്ങൾ ആദ്യം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആർമിയെ യുദ്ധമുഖത്തേക്ക് നയിക്കുക. അല്ല നേരെ മറിച്ച് നിങ്ങൾ നമുക്ക് ഇത്രയും സൈന്യമുണ്ട്, ഇത്രയും പടയാളികളുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ കളത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ വിക്ടറി, ജയം എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ സ്ട്രാറ്റജി, അതായത് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങൾ ബ്രെയിൻ വർക്ക് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അപ്പം ഇതെല്ലാം നല്ല ജനറൽ മിലിറ്ററി ജനറൽസിനുള്ള എന്താ പറയുന്നത് സ്ട്രാറ്റജീസ് അവരെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ അടുത്ത പോയിന്റ് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മെത്തേഡ് വൈസ് ചെയ്യുന്ന, കറക്റ്റ് ഡിസിപ്ലിനോടെ ഓർഡറിൽ ചെയ്യുന്ന ലീഡേഴ്സിന്, അതായത് മോറലി കറക്റ്റായിട്ട് എല്ലാ മെത്തേഡുകൾ അനുസരിച്ച്, ഓർഡർ അനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറയുക, അവരുടെ കൺട്രോളിലാണ് സക്സസ് ഉണ്ടാവുക. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിലിറ്ററി മെത്തേഡ് എന്താണെന്നാണ്, വാട്ട് യു ഹാവ് ടു ഫോളോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് സ്റ്റെപ്സ്, ഏതൊക്കെ സ്റ്റെപ്സാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മിലിറ്ററി മെത്തേഡ് എന്നുള്ളതൊരു 5 സ്റ്റെപ്പുകളായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മെഷർമെൻറ്റ്, എസ്റ്റിമേഷൻ ഓഫ് ക്വാണ്ടിറ്റി, കാൽക്കുലേഷൻ, ബാലൻസിങ് ഓഫ് ചാൻസസ്, വിക്ടറി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മെഷർമെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത്, ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ യുദ്ധമുഖം, സ്ഥലം, അതെങ്ങനെയൊക്കെ ആയിരിക്കും, അതിൻ്റെ പൊസിഷൻസ് എങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ ഈ കിടങ്ങുകളൊക്കെ കുഴിക്കുമല്ലോ യുദ്ധത്തിൻ്റെ സമയത്ത്. അപ്പം ആ ഒരു ടെറൈൻ്റെ, അതായത് ആ ഒരു ഫിസിക്കൽ ലാൻഡിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എസ്റ്റിമേഷൻ എന്നുള്ളത് എനിമിയുടെ റിസോഴ്സസ് എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ, അവരുടെ സപ്ലൈസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അവർക്ക് എന്തോരം അവരുടെ സൈന്യത്തിന് എന്താ പറയുന്ന ആയുധങ്ങളുണ്ട്, അവരുടെ ഫണ്ടിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അത്. കാൽക്കുലേഷൻ എന്നുള്ളത് എന്താ പറയുന്നത്, ന്യൂമറിക്കലാണ്. സ്ട്രെങ്ത് അനാലിസിസ്, എത്രത്തോളം ബലം ഉണ്ട് എന്നുള്ളത്, അത് നമ്പർ വൈസുള്ള കാര്യങ്ങൾ. പിന്നെ ബാലൻസിങ് ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം, അതായത് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ എല്ലാ ഓഡ്സും നോക്കണം എന്ന് പറയുമല്ലോ. അതായത് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാം, ഓക്കെ, ചിലപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു കാര്യം ഉണ്ടാകാം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നേ കൂട്ടി കാണണം. പിന്നീട് ഫൈനലി വിക്ടറി. ഇതാണ് 5 സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് ജയം ഉറപ്പാക്കുന്ന ഒരു ആർമി എന്നുള്ളത് എതിരാളിക്കെതിരെ എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രെയിനിനെതിരെ ഒരു പാറ വീഴുന്ന പോലെയാണ്. അതാണ് എ പൗണ്ട്സ് വെയിറ്റ് പ്ലേസ്ഡ് ഇൻ എ സ്കെയിൽ അഗെയിൻസ്റ്റ് എ സിംഗിൾ ഗ്രെയിൻ. ഒരു പൗണ്ട്സ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അധികം വെയിറ്റ് ഉള്ളതാണ്. ഒരു കുഞ്ഞ് ധാന്യം, ഒരു ചെറിയ സിംഗിൾ ഗ്രെയിനിനെതിരെ അത്രയും ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ വിക്ടറിയുടെ എന്താ പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ജയത്തിൻ്റെ വലിപ്പത്തിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അത്രയും വിജയകരമായിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുത്ത് നിൽക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഡാം തുറന്നു വിടുന്ന പോലെയാണ്. ഒരു ഡാം തുറക്കുമ്പോൾ നമുക്കറിയാം, അത്രയും നേരം കെട്ടി നിന്നിരുന്ന വെള്ളം അത്രയും ഫോഴ്സിൽ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അത്രയും വിജയകരമായിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശക്തിയുള്ളതാണ്, അത്രയും ചെറുത്ത് നിൽക്കാനൊന്നും സാധിക്കാത്ത തരത്തിലുള്ളതാണ്. അപ്പോൾ അതെന്തായിരിക്കും, അതൊരു എത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും അത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ സിൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുദ്ധമുഖത്ത് ഒരു നല്ല നേതാവ്, അതായത് ഒരു നല്ല സൈന്യാധിപൻ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, ഒരു നല്ല പോരാളി എന്തൊക്കെ ചെയ്യണം, ഏത് തരത്തിലാണ് നമ്മൾ ഡിഫെൻസീവ് ആൻഡ് ഒഫെൻസീവ് ടാക്ടിക്സ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്
ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്.